പതഞ്ജലിക്കെതിരായ കോടതിയലക്ഷ്യ നടപടിയിൽ സുപ്രീം കോടതിയിൽ മാപ്പപേക്ഷിച്ച ബാബ രാംദേവ് നിരുപാധിക മാപ്പപേക്ഷ അംഗീകരിക്കണമെന്ന് ബാബ രാംദേവ് കോടതിയിൽ ആവശ്യപ്പെട്ടു. പതഞ്ജലിയുടേത് പിഴവും നിയമവിരുദ്ധമായ നടപടിയുമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. തെറ്റിനെ ന്യായീകരിക്കുകയാണെന്നും സുപ്രീം കോടതി വിമർശിച്ചു. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, മാപ്പപേക്ഷയിൽ എന്തൊക്കെയാണ് ബാബ രാംദേവ് പറയുന്നത്? കോടതിയുടെ വിമർശനങ്ങൾ എങ്ങനെയായിരുന്നു? ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലി, അമാനുള്ള എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഈ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ഇന്ന് നിരുപാധികം ബാബ രാംദേവ് കോടതിയിൽ മാപ്പപേക്ഷ നൽകിയത്. എന്നാൽ ഇത് ആചാര്യ ബാലകൃഷ്ണ കോടതിയിൽ ഹാജരായതുമില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് ഹാജരാകാത്തത് എന്നാണ് ആചാര്യ ബാലകൃഷ്ണ കോടതിയെ അറിയിച്ചത്. ഇന്ന് കോടതി ഇതിന്മേൽ പറഞ്ഞ കാര്യം, കോടതിയുടെ അന്തസ്സിനെ മാനിക്കേണ്ടതുണ്ട്. ഇത് നിയമവാഴ്ചയുള്ള രാജ്യമാണ്, അതുകൊണ്ട് തന്നെ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അക്കാര്യത്തിലുള്ള വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്ന കാര്യവും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഹിന്ദിയിലാണ് ജസ്റ്റിസ് ഹിമ കോഹ്ലി ബാബ രാംദേവിനോട് സംസാരിച്ചത്. ബാബ രാംദേവ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് നിരുപാധികം മാപ്പപേക്ഷ അംഗീകരിക്കണം എന്ന കാര്യം ബാബ രാംദേവ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. അത്തരമൊരു അപേക്ഷയാണ് നൽകിയത്. പതഞ്ജലിയുടേത് പിഴവും നിയമവിരുദ്ധതയുമാണ് എന്ന് സുപ്രീം കോടതി ഇന്നും നിരീക്ഷിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ വലിയ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് പതഞ്ജലിക്കെതിരെ ഉയർന്നത്. ഇന്ന് അത്രയും വലിയ കടുത്ത ഭാഷയില്ലെങ്കിലും വിമർശന രൂക്ഷമായ ഭാഷയിൽ പതഞ്ജലിക്കെതിരെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. തെറ്റിനെ ന്യായീകരിക്കുകയാണ് ബാബ രാംദേവ് ചെയ്യുന്നത് എന്ന കാര്യവും സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഇത് ന്യായീകരിക്കുകയല്ല, മാപ്പപേക്ഷയാണ് എന്ന കാര്യം ബാബ രാംദേവ് മറുപടിയായി സുപ്രീം കോടതി അറിയിച്ചു. തുടർന്ന് ഈ ഹർജി, ഈ കോടതിയലക്ഷ്യ ഹർജി, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഏപ്രിൽ 23-ന് അടുത്ത ആഴ്ചയിലേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. ഓക്കെ, ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.